ടേസ്റ്റ് ഓഫ് കണ്ണൂരിലൊരു മിനി നൈസ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവളെ വീടാണ് ഇത്. ഞാൻ ഇങ്ങനെ അവളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവളെ അപ്പൻ്റെ മോൻ നായി എന്നെ കണ്ട് ഇങ്ങനെ പുരക്കുകയാണ്. പൊതുവെ എനിക്ക് നായി എന്ന് പറയുമ്പോൾ എങ്ങനെ പേടിയാണ്. ഞാൻ എനിക്കിതാ വേണ്ടു ബാ ബാ നമ്മള് മുഖണ്ട അല്ലെങ്കിൽ എന്തെന്നാ കാണിക്കുന്നത് മുഖണ്ട പഠിച്ചവനറിയാം. തിരിച്ചോട് ഇത് എനിക്ക് കൊണ്ടിരുന്ന ഹലോ അസ്സാം വലൈക്കും. ഇത് നമ്മളെ ടേസ്റ്റ് ഓഫ് കണ്ണൂരിലൊരു മിനി നൈസ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവളെ വീടാണ് ഇത്. ഞാൻ ഇങ്ങനെ അവളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവളിവിടെ ഇല്ല, അവളിങ്ങനെ പോയിട്ടുണ്ട്. അവളിപ്പം വരും. ഇപ്പം വന്നതാ. അങ്ങനെ ഞാൻ ഇത് നിങ്ങളാരും ഓളെ ആപ്പൻ്റെ മോൻ. അപ്പോൾ ആപ്പൻ്റെ മോൻ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചെറിയൊരു കൂച്ചിനൊരു മിസ്റ്റേക്ക് ഉണ്ട് എൻ്റെ ശബ്ദത്തിന്. അപ്പോൾ ഇതാണ് നമ്മളെ മീനിൻ്റെ വീട്. അടിപൊളി വീടല്ലേ, മീനിൻ്റെ വീട് എന്താ സൂപ്പർ വീടല്ലേ. ഇവിടെ നായി കുറേ ഉണ്ട് കേട്ടോ അവളെടുത്ത്. നായി എന്നെ കണ്ട് ഇങ്ങനെ പുരക്കുകയാണ്. പൊതുവെ എനിക്ക് നായി എന്ന് പറയുമ്പോൾ എങ്ങനെ പേടിയാണ്. അടിപൊളി ചെടികളുണ്ട് കേട്ടാ, ആ രസം, നല്ല മനോഹരമായ ചെടി. നായി പറയുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങ് ഭയങ്കര പേടിയാണ്. നായി വിചാരിക്കുന്നത് ഞാൻ എന്തൊക്കെ അക്കാനായിട്ടും വന്നെന്ന് വിചാരിക്കും നായി. എൻ്റെ ചങ്ങായിൻ്റെ വീട്ടിലൊന്നും നായി അറിയില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് മിനിയാന്നേ. പോക്കും അങ്ങനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും എൻ്റെ ടേസ്റ്റ് ഓഫ് കണ്ണൂരിൽ എന്നെ കൂടുതൽ എന്താണ് എല്ലാം കൊണ്ട് അറിയപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ മിനിനെ. താമര കണ്ട, അടിപൊളി താമര. ഇത് മീനെല്ലാം ഇഷ്ടം പോലെ മീനുണ്ട്. മീൻ കണ്ട, ആ താമര, 2 താമര വിടർന്ന് നിൽക്കുന്നുണ്ട്. നല്ല ചെടി, അടിപൊളി സംഭവം കേട്ടാ. മീനിൻ്റെ വീട്ടിൽ നല്ല ചെടിയാ. ഇതൊരു മനോഹരമായ ചെടി. ഏതോ ഒരു സ്ഥലത്ത് പോയാലില്ലേ, അപ്പോൾ നമ്മൾ മിനിക്കുട്ടി വരും. അപ്പോൾ മിനി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മീറ്റിങ്ങെല്ലാം പോയി കഴിഞ്ഞാൽ പരിപാടിയിലുണ്ടെങ്കിൽ എന്നെ വല്ലാണ്ട് കെയർ ചെയ്യുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് ഓക്ക്. എനിക്കും അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ ഞാൻ നിശൻ്റെ വീട്ടിൽ ഞാൻ 4 ദിവസം താമസിച്ചു. പക്ഷേങ്കിൽ ഓളും അങ്ങനെ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നെ ഭയങ്കര കെയർ ചെയ്യലാണ് നിശ. അപ്പം നമുക്ക് നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഫ്രണ്ടിന് ഏറ്റവും കിട്ടുന്നത് നല്ലത്. അപ്പം ഓളിപ്പം വന്നിട്ടില്ല. ഞാൻ കുറേ ആയി ഓളെ വീട്ടിൽ വരണമെന്നിരിക്കുന്നത്. അങ്ങനെ എന്നോളെ വീട്ടിൽ വന്ന് നായി വരിക്കുന്നത് ഞാൻ ഇവിടെ കക്കാനായിട്ട് വന്നു. അപ്പോൾ ഏതെല്ലാം മിനി വരട്ടെ, ബാക്കിയിലെ വീഡിയോ മിനി വന്നിട്ട് എടുക്കാം. ഒന്ന് നമുക്ക് അകത്തൊന്ന് കയറി നോക്കാം മീനിൻ്റെ എങ്ങനെയുണ്ട്. എന്താ സുന്ദരി, അടിപൊളിയായിട്ട് നല്ല എന്താ പറയേണ്ടത്. ഇതാണ് നമ്മളെ ഇതാണ് മിനിയും 2 മക്കളുള്ള ഭർത്താവ്, 2 പെൺകുട്ടികളെ വെക്ക്. എൻ്റെ പെടുത്തൂല്ലടി ഞാൻ. ടീച്ചറിനൊക്കെ ഉണ്ടോ? ടീച്ചറിൻ്റെ മക്കൾ ചെറിയ വീടുന്നുണ്ട്. നല്ല സെറ്റപ്പ് ഇവിടെ വീട് കണ്ട. എൻ്റെ മിനിക്കുട്ടി വന്ന് ഓൾ കാപ്പി റെഡിയാക്കി. ഓൾ സമോസ, വക്ക് വട, പപ്സ്, കാഫി എല്ലാം എന്തെല്ലോ ഓൾ കടി ഒരുപാട് വാങ്ങി.
ഞാൻ പറയാം എനിക്കതൊന്നും വേണ്ട. അപ്പോൾ ഓള് കാഫി കുടിക്കാൻ വേണ്ടി കന്നെ കണ്ടോക്കുമ്പോഴൊന്നും പറയാനുള്ള കാര്യമൊന്നും. പക്ഷെ ഒക്കെ ഭയങ്കര ഇതാണ്. ഞാൻ ഓളെ കാണിച്ചു കേട്ടാ. അപ്പോൾ മക്കുവാളിൻ്റെ വാലിലുണ്ട്. പക്കുവാൾ നോക്കട്ടെ. ഇതാണ് എൻ്റെ മീൻകുട്ടി കണ്ടാ. നല്ല ചിരി കണ്ട. ഓളാള് സുന്ദരിയല്ല. ഞാൻ പപ്സും തിന്നില്ല. ഞാൻ എനിക്കിതാ വേണ്ടു ബാ. ആ ബാ. ഓളെ ഭർത്താവ് ഇപ്പം പോയ. ഓളെ ഭർത്താവ് നല്ല ജോലി നല്ല ഇതാണ്. എൻ്റെ അടുത്ത് സ്റ്റാളിലെല്ലാം വന്നു. ബാ. അല്ല പിന്നെ ഇത് ശരിക്കും തിരിച്ചു പിടിക്കുക എന്നാലേ ശരിയാവും. പിന്നെ ഇനിയൊന്നും നന്ദി ക്യാമറക്കാരും തീരെ ശരിയില്ല. നമ്മൾ മുഖണ്ട അല്ലെങ്കിൽ എന്തെന്നാ കാണിക്കുന്നത്? മുഖണ്ട പഠിച്ചവനറിയാം. ആ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ. അലങ്കക്കാൻ്റെ രസം ഉണ്ടാക്കും. നല്ല അടിപൊളി വീടെല്ലാം കേട്ടാ. ഇതന്നെ ഞാൻ നമ്മളല്ലാണ്ട് ക്യാമറക്കാരനാക്കുമ്പോൾ അങ്ങനെ നമ്മൾ മീനിൻ്റെ കമ്പനിയിലേക്ക് പോകുന്നതാണ്. ചപ്പാത്തി കമ്പനിയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി ചപ്പാത്തിയും നല്ല പൂരിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ശരിക്കും ആരും കല്യാണത്തിന് പാർട്ടിക്കെല്ലാം ഇവിടെ ചപ്പാത്തി ഓർഡർ ചെയ്താൽ മീൻ എത്തിച്ച് മീൻ കൊണ്ട് ഞാൻ മീൻ അങ്ങനെ കമ്പനിയിൽ കയറാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടിച്ച് വേണേ എൻ്റെ ബാഗ് കൊടുത്ത് ബാഗ് കാണും. അവൾ ബാഗൊന്നും എടുക്കാൻ പോയി. ഇതാണ് നമ്മുടെ മീനിൻ്റെ കമ്പനി. അപ്പോൾ ചപ്പാത്തിക്ക് പൂരിൻ്റെ മണം തന്നെ. മിനി ഒന്ന് പറഞ്ഞടാ. ഇത് പൂരിയടാ. അപ്പോൾ ഇത് പൂരിന് വെച്ചാണല്ലേ. നല്ല ആർക്കും നല്ല ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഫ്രഷ് ചപ്പാത്തി പൂരി തിന്നല്ലേ. അല്ല അത്രക്ക് നല്ല വൃത്തിയുള്ള സംഭവം. ഇതേ പിന്നെ ഇപ്പോൾ എടുത്താൽ ഇതെന്തിനും എടുക്കുക. ഇതുപോലെ ഓടിക്കുന്ന അപ്പോൾ ഇതാണ് ടേക്കിങ് അല്ല. മിനി പറഞ്ഞു മനസ്സിലായി പറഞ്ഞു. ചൂട് തണിയാൽ ഇനി പേക്ക് ചെയ്യായിരിക്കും അല്ലേ. പക്ഷെ നല്ല രസമുള്ള പൂരി കേട്ടോ. ഞാനെപ്പം പറയില്ല എന്നോട് നല്ല പൂരിയാണ്, നല്ല ചപ്പാത്തിയും പൂരിയാണ്. അപ്പോൾ ഇനി ഒരു പേക്കിൽ എത്ര അഞ്ചാ? 15 എന്താ ഒരു പേക്കിൽ 15 എണ്ണം. ഇതിപ്പോൾ ഞാൻ വാങ്ങും. വരാന്നിവിടെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മിനി 10 ആളെ മിനി എനിക്ക് പണിക്കില്ല. 10 ആളല്ലേ. 10 ആളെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റാണ് മീനിൻ്റെ. അപ്പോൾ മീനിൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുക സ്വന്തം പ്രൊജക്റ്റാണ്. ഓള് എന്താ പറയുക വെച്ചാൽ ചപ്പാത്തിയും പൂരി നമ്മൾ സ്റ്റാളിലെല്ലാം വെക്കുമ്പോൾ ഓരോരുത്തർക്ക് വാങ്ങുമ്പോൾ ചപ്പാത്തി പൂരിയാന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചപ്പാത്തി പൂരിയും വാങ്ങാം. ഇത്ര വൃത്തിക്ക് ഇത്ര ഫ്രഷായിട്ട് നിങ്ങൾക്ക് കിടന്ന ചപ്പാത്തി പൂരിയും കിട്ടും. ആർക്ക് വേണമെങ്കിലും വാങ്ങാം. നമ്മുടെ മിനിയാന്ന് ഇത് കണ്ടാ.
ഇവർ രണ്ടാളാണ് ചപ്പാത്തി പരത്തി ഇടുന്നു. ഇത് അളക്ക് ഇങ്ങനെ തൂക്കിയിട്ടിടുക ലാസ്റ്റ് വരുന്നത്. അത് ഇത്ര അളവൊന്നുണ്ടാവും ഇത്ര ഒരു കൂലിക്ക് 23. ഇത് പിന്നെ മിഷനിലിട്ടിട്ട് ഫുള്ള് ചപ്പാത്തിയോട് ഫുള്ള് അടിച്ച് വെച്ച് നാളെ ഓള് ഫുള്ള് ലൈനിൽ പോവും. കണ്ട ഇതമ്മ ഇപ്പം ഞാൻ പോവാൻ കണ്ട ഫുള്ള് ചപ്പാത്തിയോടെല്ലാം അടിച്ച് വെച്ച് നാളെ ഇത് ഫുള്ള് ലൈനിൽ പോകുന്നത്. ആർക്കൊന്നും സംശയം വേണ്ട, ഫുള്ള് അടിപൊളി ചപ്പാത്തി ആട്ടെ. ഇതാ ഇത് പൊറോട്ടയല്ല. ഇത്ത പൊറോട്ട എത്ര തരിക? പൊറോട്ട എത്ര രൂപ പാക്ക് തരിക? 7. മീനിൻ്റെ കമ്പനിയിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മീനിൻ്റെ വീടാണ് കാണുന്നണ്ട. നല്ല അടിപൊളി വീട്, നല്ല സ്ഥലം. എനിക്ക് ചപ്പാത്തിയും പൂരിയും പോലെ എടുത്തിട്ട് വരുന്ന എന്താ തിരിച്ചോട് ഇത് എനിക്ക് കൊണ്ടുവരുന്ന സ്റ്റാളിൽ പോയാലും എവിടെ പോയാലും ഓളെടുത്തുന്ന ഞാൻ വാങ്ങും. എനിക്ക് ഓളെ പൂരിയും ചപ്പാത്തിയും ഭയങ്കര ഇഷ്ടം.